ഞാൻ ഒന്നുകൂടെ കറങ്ങി വരുന്നുണ്ട്. വെയിറ്റ്. ഞാൻ പുറകിലുള്ളവരെയൊക്കെ പിടിച്ച് ഇങ്ങ് വരും കേട്ടോ. ഞങ്ങൾ വന്നോണ്ടിരിക്കുക. ഒരു സൈഡ് മുതലേ ഞാനിങ്ങനെ വരുവാ. ഇപ്പോഴും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ ഈ പന്തൽ കാലിയായിരുന്നു. ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് കണ്ടേ കറക്റ്റ്. കേട്ടോ. അയ്യോ ഞാൻ സ്റ്റിൽ ഫോട്ടോസ് കൊണ്ട് എടുത്തോട്ടെ കേട്ടോ. ഇനി പോകരുതേ. ഫോട്ടോ എടുക്കാം. പോയിട്ട് വന്നിട്ട് എടുക്കാം. പോയിട്ട് വന്നിട്ട്
പൊക്കളം പൊക്കളം. ഒരാളിവിടെ വന്നിരുന്നു ഭയങ്കര വീഡിയോ കാണാതാ അല്ലേ? നോക്കി ഇങ്ങോട്ടൊന്ന് നോക്കിയേ.
നടത്തിയ ഒട്ടനവധി ആളുകളുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ ഏറെ സമയം ഞാനിവിടെ നിൽക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അത്തരമൊരു ശ്രമത്തിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിലും നമുക്കറിയാം 24 മണിക്കൂറും സജ്ജമായ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്കിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെ സംതൃപ്തമായ കാര്യമാണ്. രാത്രി 1 മണിയായാലും 2 മണിയായാലും ഈ കലോത്സവം ഏറ്റവും മനോഹരമാക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹിച്ച പോലീസിനെ സേനാംഗങ്ങളെ ഇവിടെ സൂചിപ്പിക്കാതെ മടങ്ങാനാവില്ലല്ലോ. ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. 3 വകുപ്പുകളും അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും എല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ എത്ര മനോഹരമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് എല്ലാ പിന്തുണയും നൽകിയ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ബഹുമാന്യരായ എല്ലാ ഉദ്യോഗസ്ഥരെയും ഈ സമയം ഞാൻ ഓർക്കുകയാണ്. നമുക്ക് വെളിച്ചം നൽകിയ KSEBയുടെ ഏറ്റവും ബഹുമാന്യരായ ഉദ്യോഗസ്ഥരെ ഇവിടെ ഓർമ്മിക്കട്ടെ. സർവോപരി നമുക്കറിയാം, ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാധ്യമപ്രവർത്തകർ നൽകിയ നിസ്സീമമായ സേവനം. ഈ വൈകിയ വേളയിലും നമുക്കറിയാം, ലൈവ് പ്രോഗ്രാമുമായി ഇവിടെ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. സോഷ്യൽ മീഡിയ ബ്ലോഗർമാരെ ഞാൻ ഏറെ സ്നേഹത്തോടു കൂടി ഓർമ്മിക്കട്ടെ. വിവിധ കമ്മിറ്റികളുണ്ട്. പ്രധാനമായും പ്രോഗ്രാം കമ്മിറ്റിയെയും ഫുഡ് കമ്മിറ്റിയെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. ഇന്നലെ നമുക്കറിയാം 4000-ലധികം കുട്ടികളാണ് ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചത്. അവരെല്ലാം ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. ഇവിടെ സ്റ്റേജ് ആൻഡ് പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാം തന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഷാംസ് ഡെക്കറേഷൻസ് ഒക്കെയാണ്. പ്രിയമുള്ളവരിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞാൽ നമുക്കറിയാം ഒട്ടനവധി എല്ലാവരെയും പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന്റെ വിവിധ സംഘടനകളുണ്ടല്ലോ, NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് എല്ലാം, അവരെല്ലാം ഏറെ സമയം ഈ കലോത്സവം നന്നാക്കുന്നതിന് വേണ്ടി ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. ഏറെ നന്ദിയോടെ ഇവിടെ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. ഇനിയും എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം മുരിക്കാശ്ശേരി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് 36ാമത് റവന്യൂ ജില്ലാ കലോത്സവം എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ബഹുമാനിയായ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീമതി ഗീത PC അവറുകളാണ്. നമുക്കെല്ലാം പിന്തുണയും ആദ്യം മുതൽ ഈ സമയം വരെ നൽകിയത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ്. ഏറാദരവോടെ നന്ദിയോടെ ഈ സ്നേഹ സമ്മേളനത്തിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി ഗീത PC അവറുകളെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വേളയിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നതിനേക്കാൾ ഉപരി ഇടുക്കിയുടെ ARO എന്ന പദം കൂടി അലങ്കരിച്ചുകൊണ്ടാണ് ഷൈജു P ജേക്കബ് സാർ ഇവിടെ ഉള്ളത്. ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ മനസാക്ഷി കുത്തില്ലാതെ പറയാൻ കഴിയും, ഷൈജു P ജേക്കബ് സാറിനെ പോലെ ആയിരിക്കണം എന്ന കാര്യം എൻ്റെ അനുഭവമാണ്. പല ആളുകളെയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാവരെയും കേൾക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പല പ്രാവശ്യം ഷൈജു P ജേക്കബിന്റെ സഹായം നേരിട്ട് ലഭിച്ചിട്ടുണ്ട്. ഏറാദരവോടെ സ്നേഹത്തോടെ നമ്മുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇടുക്കി ജില്ലയുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഏറെ ആദരണീയനായ ഷൈജു P ജേക്കബ് സാറിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്കൂളിന്റെ മാനേജർ സ്നേഹബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് വലിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ. പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, കറക്ഷനും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിലുമൊക്കെ അച്ഛൻ സദാ ജാഗരൂകനാണ്. ആദരവോടെ സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നാടിന്റെ അഭിമാനമാണ്. പൂർവ്വസൂരികളായ ആളുകളുടെ പ്രോജ്വലമായ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. അവരെന്താണോ ആഗ്രഹിച്ചത് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ സ്കൂൾ ഏറെ ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുന്നത്. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ് പ്രിയപ്പെട്ട പ്രിൻസിപ്പലിനോടൊപ്പം ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ജിജിമോൾ ടീച്ചർ ഈ സ്ഥാപനത്തിന് സേവനം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഇവിടുത്തെ അധ്യാപകർക്ക് അനധ്യാപകർക്കോ കുട്ടികൾക്ക് സംശയമില്ല. ഏറാദരവോടെ സ്നേഹത്തോടെ പ്രിയ ഹെഡ് മിസ്ട്രസ് ജിജിമോൾ ടീച്ചറിനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ, നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായ ചെറിയ ചെറിയ വീഴ്ചകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏറെ സുന്ദരമായി 36ാമത് കലോത്സവം ഇവിടുന്ന് കൊടിയിറങ്ങുമ്പോൾ അതിൻ്റെ
ഒരു ക്രെഡിറ്റ് പ്രിയപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റി കൺവീനർക്കുമുണ്ട്. ഷാജിമോൻ സാറ് ഇവിടെയുണ്ട്. ഏറാദരവോടെ സ്നേഹത്തോടെ ഷാജിമോൻ സാറിനും ടീം അംഗങ്ങൾക്കും എല്ലാം ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കറിയാം ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട സ്കൂളിന്റെ സ്റ്റാഫ് സെക്രട്ടറി സിബി സാർ വേദിയിലുണ്ട്. ഏറെ സ്നേഹത്തോടെ സിബി സാറിനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സന്തോഷമാണ്. നിങ്ങളെല്ലാവരെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇന്ന് ഇതിന്റെ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ ആദരവോടെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. നമ്മുടെ ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ജനറൽ കൺവീനറും ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ബോർഡ് ഡയറക്ടറുമായ ശ്രീമതി ഗീത ടീച്ചറെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞ ശ്രീ സിബിച്ചൻ സാർ, ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശ്രീ ഷൈജു പി ജേക്കബ് സാർ, ഈ സ്കൂളിൻ്റെ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ, ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജിജിമോൾ ജോർജ്, PTA പ്രസിഡന്റ് ജെയ്സൺ കെ ആന്റണി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷാജിമോൻ സർ, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ അധ്യാപക സംഘടനാ ഭാരവാഹികൾ, പ്രിയമുള്ള അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, രക്ഷകർത്താക്കൾ, നാട്ടുകാർ, അതുപോലെ തന്നെ നമുക്കെല്ലാ സഹായങ്ങളും ചെയ്ത എല്ലാ വകുപ്പുകളിൽ നിന്നെത്തിയ ആളുകൾ, എല്ലാവർക്കും നമസ്കാരം. 36ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം 17-ാം തീയതി മുതൽ ഇന്ന് വരെ ഈ മുരിക്കാശ്ശേരി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ ഭംഗിയോടെ അരങ്ങേറി ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് 7 ഉപജില്ലകളിലായി 361 ഇനങ്ങളിൽ ആണ് കുട്ടികൾ മത്സരിച്ചത്. അതിൽ അറബി കലോത്സവം, തമിഴ് കലോത്സവം, ജനറൽ കലോത്സവം, സംസ്കൃതം കലോത്സവം, അങ്ങനെ 4 കലോത്സവം ആണ് ഇവിടെ നടന്നത്. എല്ലാ ഇനങ്ങളിലും കുട്ടികൾ വളരെ നന്നായി മത്സരിക്കുകയും അവരുടെ ഉപജില്ലകളിൽ നിന്നും സമ്മാനാർഹരായ കുട്ടികളാണ് ഇവിടെ എത്തിയത്. അവരുടെ കഴിവിൻ്റെ പരമാവധി നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ച ആളുകളെ തിരഞ്ഞെടുത്താണ് നമ്മൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് അയക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ നമ്മുടെ അധ്യാപക സംഘടനകൾ, വിവിധ കമ്മിറ്റികൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി ഈ കലോത്സവം നടത്താൻ ഇതിന് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ഓരോ കമ്മിറ്റികളും അവർക്ക് ഏൽപ്പിച്ച ജോലികൾ വളരെ ഭംഗിയായി, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തീർത്തിട്ടുണ്ട്. ഈ 5 ദിവസവും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും വിഭവ സമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കുട്ടികളും അവർക്ക് അവരുടെ അധ്യാപകരോടൊപ്പം ഇവിടെ വന്ന് താമസിക്കുവാനുള്ള സൗകര്യം വേണ്ടവർക്ക്, ദൂരെന്ന് വരുന്ന എല്ലാ കുട്ടികൾക്കും താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ അക്കോമഡേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സംവിധാനം ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ നാടിന്റെ മുഖഛായ തന്നെ മാറ്റിക്കൊണ്ട് ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഈ ദിവസം മുരിക്കാശ്ശേരിയിൽ കേന്ദ്രമായി എല്ലാവരുടെയും ശ്രദ്ധ പതിയാനിടയായത്
ഇവിടെയുള്ള ഒരു കൂട്ടുത്തരവാദിത്വത്തിന്റെ നല്ല ഫലങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ ഈ സമയത്ത് ഈ ഒരു ഉത്സവം ഇവിടെ നടത്തുവാൻ വേണ്ടി അവസരം നൽകിയ ഇതിന്റെ സംഘാടക സമിതികളായിരിക്കുന്ന അധികാരികൾക്ക് അവസരം നൽകിയ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ആ നല്ല അവസരം നൽകിയതിനെ ഏറ്റെടുത്ത് അത് ഏറ്റവും മനോഹരമായി പൂർണ്ണമാക്കാൻ വേണ്ടി ദിനരാത്രങ്ങൾ കഠിനാധ്വാനം ചെയ്ത എല്ലാവർക്കും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ കലയിലൂടെ ഈ ഉത്സവത്തിലൂടെ നൽകിയ നന്മകൾ അത് ജീവിതത്തിലേക്ക് പകർത്തി ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയും, ഇനി എല്ലാ കലകളിലും പ്രത്യേകിച്ച് ഒരു സ്റ്റേജിലും കയറി ഒരു കാര്യത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കാത്ത ഒരു കുഞ്ഞും അവരില്ലെങ്കിൽ അവരുടെ കൂടെയുള്ള മത്സരത്തിന് താഴെ ഇറങ്ങുമ്പോൾ തോറ്റുപോയെങ്കിലും സഹപാഠിയായി കൂടെ മത്സരിച്ചു കഴിഞ്ഞ് ഹൃദയപൂർവ്വം അഭിനന്ദനം നേരാൻ ഒരു കുഞ്ഞിന് കഴിഞ്ഞാൽ, ഒരു കാര്യത്തിലും വിജയിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയും തന്റെ ഒപ്പമുള്ള ഒരാളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനും തങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കാനും ഒരു കുഞ്ഞിന് കഴിഞ്ഞെങ്കിൽ ഈ ട്രോഫി ഒരെണ്ണം അവർ അവകാശപ്പെട്ടതാണ്. ജീവിതത്തിൽ ആ ട്രോഫി എല്ലാവർക്കും സ്കൂളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളോടും അവരെ ഒരുക്കിയ അധ്യാപകരോടും ഇത് ലോകത്തിന് മുമ്പിൽ എത്തിച്ച മാധ്യമ പ്രവർത്തകരോട്, പോലീസിനോട്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട എല്ലാ മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരോട് ഞങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമ്മാന വിതരണം നടത്തുന്നത് UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം, ഹയർ സെക്കൻഡറി വിഭാഗം എന്ന ക്രമത്തിലായിരിക്കും. ആ ക്രമത്തിൽ വേണം സമ്മാനം വാങ്ങുന്നവർ എത്തിച്ചേരേണ്ടത്. ആദ്യം UP വിഭാഗത്തിലെ അറബി, പിന്നീട് UP വിഭാഗത്തിലെ സംസ്കൃതം, അതിനുശേഷം UPയിലെ ജനറൽ, അതിനുശേഷം ഹൈസ്കൂൾ അറബിക്, ഹൈസ്കൂൾ സംസ്കൃതം, ഹൈസ്കൂൾ ജനറൽ, ഹയർ സെക്കൻഡറി വിഭാഗം, ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ഈ കലോത്സവം ഭംഗിയായി വിജയിപ്പിച്ച ഓരോ കമ്മിറ്റികളുടെ കൺവീനർമാർക്കുള്ള മൊമെന്റോ വിതരണം ഈ ക്രമത്തിലായിരിക്കും സമ്മാനം വിതരണം ചെയ്യുന്നത്. സമ്മാനം വിതരണം ചെയ്യാൻ വേണ്ടി സ്കൂട്ടി KL 06K 9222 ഈ 2 വാഹനങ്ങളും ഉടൻ തന്നെ LP സ്കൂട്ടർ വാതക്കൽ നിന്ന് റോഡിൽ സൈഡിൽ നിന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. തുടർന്നുള്ള സമ്മാന വിതരണത്തിനായി ബഹുമാനപ്പെട്ട ഇടുക്കി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശ്രീ ഷൈജു P. ജേക്കബ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഈ കലോത്സവത്തിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പൂർണ്ണ പങ്കാളിത്തത്തോടെ നടന്ന UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ മുഴുവൻ മത്സരങ്ങളിൽ നിന്നും നേടിയ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഉപജില്ലയ്ക്കുള്ള സമ്മാനം 930 പോയിന്റ് നേടിയ തൊടുപുഴ ഉപജില്ല കരസ്ഥമാക്കിയതായി സന്തോഷപൂർവ്വം അറിയിച്ചു. തൊടുപുഴ ഉപജില്ലാ പ്രതിനിധികൾ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി എല്ലാ മത്സരങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഉപജില്ല തൊടുപുഴ ഉപജില്ല. അത് സമ്മാനം വിതരണം ചെയ്യാൻ വേണ്ടി ഇടുക്കി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശ്രീ ഷൈജു P. ജേക്കബ് സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചു. വിശ്വാസപൂർവ്വം ഞങ്ങളെ ഏൽപ്പിച്ച, ദേശീയ അധ്യാപകത്തിനെ ഏൽപ്പിച്ച ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിനോട്
ഞങ്ങളോട് സഹകരിച്ച മറ്റെല്ലാ കമ്മിറ്റികളുടെയും കൺവീനർമാർ അടക്കമുള്ള മുഴുവൻ അംഗങ്ങളോടും ഈ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും ദേശീയ അധ്യാപക പരിഷത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിൻസിപ്പൽ സുനിച്ചൻ സാറിന് ഇതിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയിലുള്ള നന്ദി സംഘാടക സമിതി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഹെഡ്മിസ്ട്രസ് ഡിജിമോൾ മാത്യു എല്ലാ അധ്യാപകരെയും കുട്ടികളെയും കോർത്തിണക്കിക്കൊണ്ട് ഈ കലോത്സവത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഡിജിമോൾ മാത്യുവിന് സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ മറ്റു സ്കൂളുകളിൽ നിന്ന് അധ്യാപകരും അതോടൊപ്പം തന്നെ വിവിധ പ്രോഗ്രാം കമ്മിറ്റിക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇവിടുത്തെ കുട്ടികളുടെ ഈ കലോത്സവവുമായിട്ടുള്ള സഹകരണമാണ്. പ്രത്യേകിച്ച് SPC വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിച്ചവർ, NSS ഉൾപ്പെടെയുള്ള കുട്ടികളുടെ 4 ദിവസമായ സേവനത്തിന് സംഘാടക സമിതിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്കൂൾ PTA വലിയ സഹകരണം ഉണ്ടായിരുന്നു. PTA കമ്മിറ്റി അംഗങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കലോത്സവത്തിൻ്റെ വിവിധ കമ്മിറ്റികൾ അതിൻ്റെ കൺവീനർമാരാണ് ആ കമ്മിറ്റികൾ നയിച്ചത്. കൺവീനർമാരായി പ്രവർത്തിച്ച ഫുഡ് കമ്മിറ്റി കൺവീനർ ശ്രീ ജോബിൻ കളത്തിക്കാട്ടിൽ, പബ്ലിസിറ്റി കൺവീനർ ശ്രീ അജിത് അഗസ്റ്റിൻ, ട്രോഫി കമ്മിറ്റി കൺവീനർ രാജേന്ദ്ര പ്രസാദ്, രാജേന്ദ്രകുമാർ VC, അതുപോലെ രജിസ്ട്രേഷൻ കമ്മിറ്റി സിനി സെബാസ്റ്റ്യൻ, സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി സിജോ വി ജോർജ്, അക്കോമഡേഷൻ കമ്മിറ്റി സെൽവരാജ്, ഫെയർ ആൻഡ് സേഫ്റ്റി കമ്മിറ്റി രമേശ് S, റിസപ്ഷൻ കമ്മിറ്റി ഷോജി ആന്റണി, ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി വിൻസിമോൾ, അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി ജെസിൻ ജോസഫ്. എടുത്തു പറയേണ്ടത് ഇവിടെ നല്ല രീതിയിലുള്ള ശബ്ദവും വെളിച്ചവും നിന്ന് ഈ കലോത്സവത്തെ മനോഹരമാക്കിയ ശ്രീ ജിനു ചാംസ്, ലൈറ്റ് ആൻഡ് സൗണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിച്ച രാപ്പകലില്ലാതെ ഇവിടെ നിന്ന നമ്മുടെ പോലീസ് അധികാരികൾ, മീഡിയ സുഹൃത്തുക്കൾ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർ ആൻഡ് സേഫ്റ്റി, NSS, വാഹനങ്ങൾ ക്രമീകരിച്ച ടാക്സി സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നും ഇന്നലെ വൈകിട്ടുമൊക്കെ ഈ കലോത്സവത്തെ കൂടുതൽ മനോഹരമാക്കുന്നതിന് വലിയ ജനാവലിയാണ് മുരിക്കാശ്ശേരിയിൽ നിന്ന് നമ്മുടെ സ്കൂൾ മുറ്റത്തെത്തിയത്. അവരുടെ എല്ലാവരെയും നിശ്ചിതമായ സഹകരണം ഉണ്ടായിരുന്നു. മുഴുവൻ മുരിക്കാശ്ശേരി നിവാസികൾക്കും നല്ലവരായ നാട്ടുകാർക്കും സംഘാടക സമിതി പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, KSCBയുടെ സുഹൃത്തുക്കൾ, അതുപോലെ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ടൊരു സുവനീർ ഇറക്കിയിരുന്നു. ആ സുവനീരുമായി സഹകരിച്ച വ്യാപാരി സുഹൃത്തുക്കൾ, അവസാനമായി ഈ പ്രോഗ്രാം കമ്മിറ്റി നിയന്ത്രിച്ച എൻ്റെ ജോയിൻറ്റ് കൺവീനറായിട്ടുള്ള അനീഷ് മാത്യു, മറ്റു സുഹൃത്തുക്കൾക്കെല്ലാം ഔപചാരികയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ കൂടി ഈ കലോത്സവത്തിൻ്റെ എല്ലാമെല്ലാമായി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത കലോത്സവത്തിന് വീണ്ടും ഒന്നിച്ച് കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നമ്മുടെ സമാപന സമ്മേളനം ഇവിടെ പൂർത്തിയാകുകയാണ്. ഞങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നാഗർകോവിൽ നൈറ്റ് ബേഡ്സിന്റെ ഈ കലാമേളയ്ക്ക് വേണ്ടിയാണ്, ഗാനമേളയ്ക്ക് വേണ്ടിയാണ്. ഗാനമേള ട്രൂപ്പിന് വേണ്ടി ഈ സ്റ്റേജ് വിട്ടുകൊടുത്തുകൊണ്ട് സമാപന സമ്മേളനം ഇവിടെ പൂർത്തിയാകുന്നു. ഇപ്പോൾ പതാക താഴ്ത്തുന്ന ഒരു ചടങ്ങ് കൂടെയുണ്ട്. അത് എൻ്റെ കമ്മിറ്റി കൺവീനർമാരും ജനറൽ കൺവീനർ ഉൾപ്പെടെ നമ്മുടെ കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റെഡി?
എല്ലാവർക്കും വണക്കം. വണക്കം. ഗുഡ് ഈവനിംഗ് ടു ആൾ. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. കാര്യം നമ്മുടെ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയി ഒരു നിമിഷം. കാര്യം ഇവിടെ ഓരോരുത്തരും സമ്മാനങ്ങൾ മേടിക്കുമ്പോഴും കിരീടങ്ങൾ വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ എറോണിക് ട്രോഫീസ് വാങ്ങിക്കുമ്പോഴും നമ്മളെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇടുക്കി ഒരു ജില്ലാ കലോത്സവത്തിലേക്ക് നമുക്ക് ആ ഒരു റവന്യൂ കലോത്സവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയ ഒരു ഫീൽ ഉണ്ട്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്ന ഒരു ചെറിയൊരു വലിയൊരു കയ്യടി നോക്കിയിട്ട് എല്ലാവരും ചേർന്നിട്ട് ഈ വേളം വെച്ചോണ്ട് ഒന്നോടൊന്ന് കൈയടിക്കാം. നോക്കാം. 3, 2, 1. Make some noise. Thank you so much. മയൂകം ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം 17-ാം തീയതി തുടങ്ങി ഇന്ന് ഈ 21-ാം തീയതി നൈറ്റിൽ ഇവിടെ അവസാനിക്കുന്നത് വളരെ വളരെ സന്തോഷം. ഈ ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള ജനസാഗരങ്ങൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ, സാറുമാർക്കിടയിൽ, അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥർക്കിടയിലും നമ്മൾക്കിവിടെ നാടുകോവിൽ നൈറ്റ് ബേഡ്സിന് മനോഹരമായിട്ട് വേദി ഒരുക്കി തന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു വേദിയിൽ ഇവിടെ നിൽക്കാൻ ഞങ്ങൾ കാരണക്കാരായിട്ടുള്ള 3 ചെറുപ്പക്കാരെ ഞാനൊന്ന് ഈ ഒരു വേദിയിൽ വെച്ചിട്ട് നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നത്. അത് മാത്രമല്ല കഴിഞ്ഞ 15 ദിവസത്തെ അവരുടെ പ്രയത്നമാണ് ഈ ഒരു പ്രോഗ്രാം. തീർച്ചയായിട്ടും ഇവിടെ കുറേ മണ്ണുകൾ ഉണ്ടായിരുന്നു, കുറേ മതിൽ പോലത്തെ അല്ലെങ്കിൽ കുറേ നല്ല കുന്നുപോലത്തെ മണ്ണുകളുണ്ട്. അതൊക്കെ നീക്കം ചെയ്ത ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ അവസരം ഒരുക്കി തന്നെങ്കിൽ സ്പോൺസേഴ്സിലൂടെ ഞങ്ങളെ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ബിൽബി ചേട്ടനും രാജേഷ് ചേട്ടനും അതുപോലെ ലിൻ ചേട്ടനും ഒരു നല്ലൊരു നിറഞ്ഞൊരു കൈയടി കൊടുക്കാം പ്ലീസ്. ആരും പിശു കാണിക്കാം, ഒരു കൈയടി പറട്ടെ. ഉഷാറെല്ലാം തോന്നുന്നു അല്ലേ? നമുക്കൊന്ന് ഉഷാറ് വരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു അവിടെ നിന്നുള്ള സപ്പോർട്ടാണ് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ ഉള്ള പവർഫുൾ ആയിട്ടുള്ള സിംഗിങ് എന്ന് പറയുന്നത്. ഇത് ഒരു പ്രത്യേകതയുള്ളൊരു ഗാനമേളയാണ്. അറിയാമോ? നമ്മുടെ ഗാനമേള കണ്ടിട്ടുള്ള നമ്മുടെ ഇടുക്കിയിലൊക്കെ ധാരാളം പ്രോഗ്രാംസ് നമ്മളോട് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ബീറ്റ്സ് എത്ര പേര് കണ്ടിട്ടുണ്ട്? ഒന്നൊന്നും കൈയടിക്കാവോ? കണ്ടിട്ടുള്ള നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടുള്ള ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അറിയാവുന്നതാണ്. 2 പേരെങ്കിൽ 2 പേര് എന്തായാലും നമ്മൾ ഏതെങ്കിലും വേദിച്ച് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഗാനമേള മാത്രം ആസ്വാദനമല്ല ഈ ഒരു വേദി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, കണ്ടിട്ടുള്ളവർക്കറിയാം, ആ ഗാനമേള പാട്ടിൻ്റെ ഇടയിലൂടെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഇന്ന് ഈ വേദിയിൽ ഒരു മിമിക്രി കലാകാരനെ കൂടെ നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ ഇനി ഏത് രാജ്യത്താണ് ഇല്ലെങ്കിൽ ഏത് കൺട്രിയിൽ UK ഉൾപ്പെടെയുള്ള ഉഗാണ്ട വരെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എനിക്കൊന്ന് കേരളത്തിനെക്കാളും കൂടുതൽ പുറത്താണ് അദ്ദേഹം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അബി ചാത്തന്നൂർ നമ്മുടെ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലേ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന 2 സിംഗേഴ്സ് ഉണ്ട്, ബാക്കിയുള്ള സിംഗേഴ്സ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ തമിഴ് ഗാനരംഗത്ത് ഏറ്റവും കൂടുതൽ പിന്നണി ഗാനരംഗത്ത് മുന്നിൽ വന്നിട്ടുള്ള ഒരു ഫേമസ്, അതായത് ഒരു ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഗോർജിയസ് പെർഫോമർ ആണ് ഇവിടെ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് കാവ്യ കൃഷ്ണ. ഒപ്പം തന്നെ നമ്മുടെ പോക്കിരി സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട്? വിജയ് ഫാൻസ് ഉണ്ടോ? വിജയ് ഫാൻസ്. അപ്പൊ വിജയ് ആ ഒരു സിനിമയിലൂടെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറാണ്. അത് മാത്രമല്ല ഉഗ്രൻ പെർഫോമറാണ്, സിംഗറാണ് രജൻ രവി. ഇവർ 3 പേരോട് ചേർന്നിട്ടാണ് ഇന്ന് ഈ ഒരു വേദി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം റെഡിയാണോ? ശരി, തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ സിംഗേഴ്സിന് ഒരു വെൽക്കം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ സൈഡും കൂടെ ഒന്ന് നമുക്കൊന്ന് നല്ല ഒരു ചെറിയൊരു വാമപ്പ് നമുക്ക് നൽകാം. ഒരു വാമപ്പ് എല്ലാവരും ചേർന്നിട്ട് ഞാൻ 3, 2, 1 പറയുമ്പോൾ തന്നെ എല്ലാവരും ചേർന്ന് ഈ സൈഡിൽ നിന്ന് മാത്രം ഒരു പെർഫോമൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 ലെറ്റ്സ് സ്റ്റാർട്ട്. പോരാ കേട്ടോ, എങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ 8 മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങൾ ഇവിടെ വന്നത്. കാര്യം രാവിലെ 9 മണിക്ക് വണ്ടി കയറി കറക്റ്റ് 8 മണിക്കൂർ യാത്ര ചെയ്തുകൂടെ എത്തിയപ്പോൾ നിങ്ങളുടെ ഒരു പെർഫോമൻസ്, നിങ്ങളുടെ ഒരു ഒരു കൈയടി, ആ ഒരു പ്രതികരണം നമുക്ക് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? റെഡിയാണെങ്കിൽ നിങ്ങളൊന്ന് ഉറക്കെ പറയാം. റെഡിയാണോ? ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. കാര്യം ഞങ്ങൾ അങ്ങ് കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നേ, കൊല്ലത്തുനിന്ന് ഇവിടെ വരെ എത്തിച്ചിട്ടുള്ള ആ ഗിഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് ഗിഫ്റ്റുകൾ ഒരു 10 പേർക്ക് ഞാനത് 10 പേർക്ക് ഉറപ്പായിട്ട് തരുള്ളൂ. നിനക്ക് എന്തായാലും തരും. ഗ്രീൻ ആൻഡ് വൈറ്റ് ടീഷർട്ട് ഇരിക്കുന്നത് ആണോ? നിങ്ങൾക്ക് ഉറപ്പായിട്ട് തരും. ഉറപ്പായിട്ടും ആ ഗിഫ്റ്റുകൾ നിങ്ങളുടെ തേടിയെത്തും. ഏതാ ഏതാ ആ പേര് പറഞ്ഞേ, അവൻ്റെ പേര് പറഞ്ഞേ. ദേവദത്തൻ. ഒരാൾ പറയൂ. ദേവകൃഷ്ണൻ. ബ്യൂട്ടിഫുൾ നെയിം കേട്ടോ. ദേവനും കൃഷ്ണനും കൂടെ ചേർന്ന ദേവകൃഷ്ണൻ. വളരെ മനോഹരമായിട്ടുള്ള പേര്. അതുപോലെ തന്നെ നിന്റെ ഫേസിലും ആ ഒരു ചിരി, ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ചിരി ഉണ്ട് കേട്ടോ. നിനക്ക് ഒരെണ്ണം തരും, ഒരു ഗിഫ്റ്റ് ചെയ്യാൻ തരും. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ട് ഉണ്ടാവില്ലേ? ഇതിരിക്കുന്ന ടീച്ചറാണോ? നിങ്ങൾക്ക് എത്രാമത്തെയാണ്? എത്രാമത്തെ കിരീടമാണ് കിട്ടുന്നത്?
ഫസ്റ്റാണ്. ആ ടീച്ചറുടെ ഫേസിൽ ആ ഒരു എന്താണ് ആ ഒരു ബ്ലഷിംഗ് ഉണ്ട്, അതുപോലെ ചെറിയൊരു ബ്ലഷിംഗ് ഉണ്ട് ടീച്ചറിന്. ആ ഒരു ഇത് കിട്ടിയത് അത് മാത്രമല്ല, പ്രൗഡ് മൂമെന്റ് ആണോ? പ്രൗഡാണോ ടീച്ചർ? പ്രൗഡ് മൂമെന്റ് ആണോ? ആണോ? താഴേക്ക് എങ്ങനെ വരിക? അത് അതിൽ വരാൻ പറ്റൂല്ലേ? ടീച്ചറോട് ചോദിക്കട്ടെ, പ്രൗഡ് മൂമെന്റ് ആണോ ചോദിക്കട്ടെ. ടീച്ചറുടെ പേര് കൂടെ ഒന്ന് ചോദിച്ചിട്ട് ചോദിക്കാം. കാര്യം ഇത്രയും ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ഇത്രയും പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ടീച്ചറുടെ പേരും ചോദിക്കേണ്ടതായിട്ടുണ്ട്. ടീച്ചറുടെ പേരെന്താ? ഡോക്ടർ VS പ്രവിത. ഡാൻസ് കളിക്കുമോ? അതാണ്, ആ കണ്ണുകളിലുണ്ട് ഡാൻസ് കളിക്കുമെന്നുള്ളത്. ഉറപ്പായിട്ടും ഒരു കലാകാരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ഒന്നുകൂടെ പേര് പറഞ്ഞേ. ഡോക്ടർ VS പ്രവിത. ഡോക്ടർ VS പ്രവിത അല്ലേ? ബ്യൂട്ടിഫുൾ നെയിം. വളരെ വെറൈറ്റി ആയിട്ടുള്ള പേരുകളാണ് ഇവിടെ വരുന്നത്. മോഹിനിയാട്ടത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. ചുമ്മാ അല്ല, ഞാൻ ചോദിച്ചു, അപ്പോഴും ചോദിച്ചു ഡാൻസർ ആണോ ചോദിച്ചു. ഓക്കെ ചേട്ടാ, സ്റ്റാർട്ട് ചെയ്യാം ചേട്ടാ, ഒന്ന് പരിചയപ്പെട്ടോട്ടെ. അപ്പൊ നമ്മള് മൂവ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അഭിനയിച്ചിട്ടുള്ള ഒരു മൂവി, 75 കോടി ക്ലബിൽ കയറിയിട്ടുള്ള തുടരും എന്ന മൂവിയിൽ എന്തൊരു ചേലാണെന്നുള്ള ഒരു ഗാനമാണ്. ഇവിടെ എല്ലാവരും നല്ല ചേലാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ ഗാനം ആലോചിക്കാനായിട്ട് വീണ്ടും വേദിയിൽ സ്വാഗതം ചെയ്യാം. ജോസിദാസ് ഓൺ സ്റ്റേജ്. ഒരുപാട് സ്നേഹം തേടും മനസ്സിൻ മഞ്ഞക്കിളിയുടെ മോളിൽ പറ്റുണ്ടേ മനസ്സിനുള്ളിൽ മാറി കാവടി ചെന്തൽ ചെത്തുണ്ടേ.